താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത ഭാഗങ്ങളായി തരംതിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നാം അധിവസിക്കുന്ന അന്തരീക്ഷത്തിലെ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഈ അന്തരീക്ഷ പാളിയിൽ എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും, കാറ്റ്, മഞ്ഞുവീഴ്ച, ഇടിമിന്നൽ, ആഗോളതാപനം എന്നിവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ടുമുകളിലുള്ള ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. വിമാനം, ജെറ്റ് വിമാനം എന്നിവയുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം. സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഉൽക്കകൾ കത്തിത്തീരുന്ന പാളിയാണിത്. മീസോസ്ഫിയർ ഈ പാളി അറിയപ്പെടുന്നത് ഉൽക്കാവർഷ പ്രദേശം എന്നാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്നാണ്. അയണോസ്ഫിയറിലാണ് വാർത്താവിനിമയ കൃത്രിമ ഉപകരണങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. റേഡിയോ തരംഗങ്ങളുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന അന്തരീക്ഷ ഭാഗമാണ് അയണോസ്ഫിയർ. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.